പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കറുമുറ കഴിക്കാം ചേമ്പിലെ അപ്പം. ചേമ്പിൻ കിഴങ്ങ് ഇഷ്ടമില്ലാത്തവർ ഉണ്ടാകില്ല. ചേമ്പിൻ്റെ തണ്ട് തോരനാക്കിയത് നമുക്കിഷ്ടമാണ്. കിഴങ്ങും തണ്ടും ഉപയോഗിച്ചാൽ പോലും ചേമ്പില വലിച്ചെറിയുകയാണ് പതിവ്. ഇനി അത് വേണ്ട, ചേമ്പില ഉപയോഗിച്ച് രുചികരമായ 4 മണി പലഹാരം ഉണ്ടാക്കാം. എരിവും അല്പം പുളിയും ചേർന്ന ചേമ്പില കൊണ്ടുള്ള കിടിലൻ പത്രോട. ചേമ്പിലയെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓർക്കുന്നത് കഴിക്കുമ്പോൾ നാവിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുമോ എന്ന സംശയമാണ്. എന്നാൽ കൃത്യമായ ഇലകൾ മാത്രം പറിച്ചെടുക്കുകയാണെങ്കിൽ ഒരിക്കലും ചേമ്പില വിഭവങ്ങൾ എന്തും ചൊറിയില്ല. ഇലകൾ ഒട്ടുമേ മുറിച്ചു പോവാൻ പാടില്ല. ഏറ്റവും അവസാനം മുളച്ചു വന്ന ചുരുണ്ടു നിൽക്കുന്ന ചേമ്പിലകൾക്ക് തൊട്ടു മുൻപേ വന്ന പിഞ്ചിലകളാണ് പത്രോടയ്ക്കായി ഉപയോഗിക്കേണ്ടത്. അത്ര ഇലകൾക്ക് പ്രത്യക്ഷത്തിൽ തന്നെ ഒരു മിനുസവും തിളക്കവും കാണും. അവ വേറിട്ട് തന്നെ കാഴ്ചയിൽ മനസ്സിലാകും. കൃത്യമായ പരുവത്തിലെ ചേമ്പുകൾ എടുക്കുന്നതിൽ നിന്നും പത്രോടയുടെ വിജയം തുടങ്ങുന്നു. നല്ല എരിവും അല്പം പുളിയും മുന്നോട്ട് നിൽക്കും പത്രോടയ്ക്ക്. നിർബന്ധമായും മീതെ വെളിച്ചെണ്ണ ഒഴിച്ചാണ് പത്രോട നമ്മൾ കഴിക്കേണ്ടത്. ഉണ്ടാക്കാൻ മെനക്കേടും അല്പം കൂടുതലാണെങ്കിലും ഇതിൻ്റെ രുചിയും സ്വീകാര്യതയും വളരെ കൂടുതലാണ്. ഇതിനായി വേണ്ട ചേരുവകൾ: നല്ല പിഞ്ച് ചേമ്പില 20-25 എണ്ണം, പച്ചരി 1 കപ്പ്, തൂരപ്പരിപ്പ് 1/4 കപ്പ്, വറ്റൽമുളക് 20 മുതൽ 25 എണ്ണം, ഇലുമ്പൻ പുളി അഥവാ പുളിഞ്ചിക്ക 6-8 അല്ലെങ്കിൽ ഒരു 10 എണ്ണം, തേങ്ങ ചിരകിയത് 3 കപ്പ്, കായപ്പൊടി 2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: പിഞ്ചു ചേമ്പിലകൾ നോക്കി പറിച്ചെടുക്കുക. ഇനി ചേമ്പിലയുടെ പിൻവശത്തുള്ള കട്ടിയുള്ള സിരകളും മറ്റും കത്തിവെച്ച് ഇലകൾ കീറിപ്പോവാതെ നീക്കി ചെയ്യുക. എന്നിട്ട് നന്നായി കഴുകിയെടുക്കുക. പച്ചരിയും തൂരപ്പരിപ്പും കഴുകി 1 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക. വറ്റൽമുളക് അല്പം എണ്ണയിൽ ചുവക്കെ വറുത്തെടുക്കാവുന്നതാണ്. ഇത് നിർബന്ധമില്ല, ചെയ്താൽ നല്ലത് എന്ന് മാത്രം. ശേഷം ആദ്യം തേങ്ങ, വറ്റൽമുളക്, പുളിഞ്ചിക്ക എന്നിവ വളരെ നന്നായി അല്പം വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. ഇതിലേക്ക് അരി, പരിപ്പ് ചേർത്ത് അല്പം തരിതരിപ്പായി അരച്ചെടുക്കുക. മാവ് അധികം അരഞ്ഞു പോകരുത്, ഇത്തിരി കട്ടിയായി തന്നെ വേണം. അതുകൊണ്ട് വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഉപ്പും കായപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മാവിൽ എരിവും ഉപ്പും പുളിയും അല്പം മുന്നോട്ട് തന്നെ നിൽക്കണം. വെന്തു വരുമ്പോൾ അത് ശരിയാവുന്നതായിരിക്കും. ഇനി ആദ്യം കൂട്ടത്തിലെ വലിയ ഇലയെടുത്ത് പിൻവശം മുകളിൽ കാണത്തക്ക വിധം വെച്ച് അതിലേക്ക് മാവ് എല്ലായിടവും സമാനമായി പുരട്ടുക. വീണ്ടും അതിൻ്റെ മുകളിലൂടെ അതിലും ചെറിയ ഇല വെച്ച് മാവ് പുരട്ടുക. ഇതുപോലെ ഒരു പത്രോട ചുരുളിൽ 6 മുതൽ 8 ഇലകൾ വരെ വയ്ക്കാം. ആദ്യം താഴെ ഭാഗത്തു നിന്നും പിന്നീട് വശങ്ങളിൽ നിന്നും അതിനുശേഷം മുകൾ ഭാഗത്തു നിന്നും തുമ്പ് കൂടെ അകത്തോട്ട് മടക്കി വയ്ക്കുക. എന്നിട്ട് താഴെ ഭാഗത്തു നിന്നും പായ ചുരുട്ടുപോലെ മുകളിലേക്ക് ചുരുട്ടിയെടുക്കുക. ഇങ്ങനെ എല്ലാ ഇലകളും റോൾ ചെയ്തെടുക്കുക. ഇനി ഇതിനെ ഇഡലി ചെമ്പിൽ വെച്ച് ആവിക്ക് വയ്ക്കുക. 1 മണിക്കൂറെങ്കിലും അടുപ്പിൽ ആവിക്ക് നിർബന്ധമായും വേവിക്കാൻ വെക്കേണ്ടതാണ്. 1 മണിക്കൂറിന് ശേഷം ഇലകൾ നന്നായി വെന്ത് കഴിയുമ്പോൾ പത്രോട തയ്യാറാകും. ചൂടോടെ മീതെ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ശരി, എന്നാൽ പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം.